നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് HTML ഫോംസ് ആണ്. HTML ഫോംസ് നമ്മൾ ഉപയോഗിക്കുന്നത് യൂസർ ഇൻപുട്ട് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് നമ്മുടെ വെബ് പേജ് ഉപയോഗിക്കുന്ന ആൾക്ക് ഒരു യൂസറിന് അദ്ദേഹത്തിൻ്റെ ഡാറ്റ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ഫോംസ് എന്ന് പറയുന്നത്. ഉദാഹരണമായി ലോഗിൻ ഫോം, രജിസ്ട്രേഷൻ ഫോം, നമ്മൾ സാധാരണ വെബ്സൈറ്റുകളിൽ കാണുന്ന ലോഗിൻ ഫോം, രജിസ്ട്രേഷൻ ഫോം എല്ലാം അതിനൊരു ഉദാഹരണമാണ്. സോ ഒരു ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് ഫോം എലമെൻറ്റ് ഉപയോഗിച്ചാണ്. സോ ഫോം എലമെൻറ്റ് നമ്മളിതുപോലെ ഓപ്പൺ ചെയ്യുക. സോ ഫോം എലമെൻറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോം എലമെൻറ്റിൽ വേണ്ട കാര്യങ്ങൾ, ഉദാഹരണമായി ഞാനൊരു ജസ്റ്റ് ഒരു സിമ്പിൾ ലോഗിൻ ഫോമാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കുക. സോ ഇതിനുള്ളിൽ എനിക്ക് വേണ്ട രണ്ട് ഇൻപുട്ട് എന്ന് പറയുന്നത് യൂസർ നെയിം അതുപോലെ പാസ്വേഡാണ്. ഞാൻ ആദ്യം ഒരു ലേബൽ കൊടുക്കുന്നു. ലേബൽ ഞാനിവിടെ യൂസർ നെയിം എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഇൻപുട്ട് ടൈപ്പ്, നമുക്ക് യൂസർ നെയിം എൻ്റർ ചെയ്യുന്നത് നമ്മളൊരു ടെക്സ്റ്റ് ബോക്സിലാണ്. സോ ഞാനിവിടെ ഇൻപുട്ട് സ്പേസ് കൊടുത്ത ശേഷം ടൈപ്പ്, അതിനുള്ളിൽ നമ്മൾ ടെക്സ്റ്റ്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ നെയിം നമ്മൾ യൂസർ നെയിം എന്ന് കൊടുക്കുന്നു. അതുപോലെ ഐ ഡി നമ്മൾ യൂസർ നെയിം എന്ന് കൊടുക്കുന്നു. ശേഷം ഇൻപുട്ട് ടാഗ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഈ നെയിം അതുപോലെ ഈ ഐ ഡി തുടങ്ങിയവ നമ്മൾ ജാവാസ്ക്രിപ്റ്റിലും അതുപോലെ PHPയിലും നമ്മൾ യൂസ് ചെയ്യുന്നു. സോ നമ്മൾ PHP ജാവാസ്ക്രിപ്റ്റ് പഠിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കുന്നതാണ്. സോ നമ്മൾ ഈ ലേബൽ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഈ ലേബൽ ഏതിനുള്ള ലേബലാണെന്ന് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നു. ഇത് ഏതിനുള്ള ലേബലാണ്. സോ ഞാനിവിടെ ഐ ഡി നെയിം കൊടുക്കുന്നു, യൂസർ നെയിം. ശേഷം ഞാൻ സേവ് ചെയ്യുന്നു. സോ നമുക്ക് ആദ്യത്തെ നമ്മുടെ ഇൻപുട്ട് ഫീൽഡ് ഇവിടെ ലഭിച്ചു. സോ നമുക്ക് ഇതിൽ നമ്മുടെ പേരെല്ലാം ഇതിൽ എൻ്റർ ചെയ്യാൻ സാധിക്കും. സോ യൂസർ നെയിം നമ്മൾ കൊടുത്തു. അതുപോലെ ജസ്റ്റ് നമ്മൾ അടുത്ത ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യുന്നതിനുള്ള ഒരു കോളം ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഞാൻ ആദ്യം ലേബൽ പാസ്വേഡ് എന്ന് കൊടുക്കുന്നു. അതിൻ്റെ ഇൻപുട്ട് ടൈപ്പ് നമ്മൾ പാസ്വേഡ് കൊടുക്കുന്നു. അതുപോലെ അതിൻ്റെ നെയിം നമ്മൾ പാസ്വേഡ് കൊടുക്കുന്നു. അതുപോലെ ഐ ഡി പാസ്വേഡ് കൊടുക്കുന്നു. സോ ഇപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് ഇവിടെ ലഭിക്കുന്നു. സോ ഞാൻ ഇത് അടുത്ത ലൈനിൽ വരുന്നതിന് വേണ്ടി ഞാനൊരു BR ടാഗ് കൊടുക്കുന്നു. BR ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ലൈനിൽ നമുക്കത് ലഭിക്കുന്നതാണ്. നമ്മളിവിടെ യൂസർ നെയിം എൻ്റർ ചെയ്യുന്നു, ഉദാഹരണമായി ജോൺ. അതുപോലെ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കാണാം അത് ഹൈഡ് ആയിട്ടാണ് നമുക്ക് കാണിക്കുന്നത്. സാധാരണ നമ്മൾ ഫോമിൽ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നത് പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ എൻ്റർ ചെയ്യുന്ന പാസ്വേഡ് നമുക്ക് കാണാൻ സാധിക്കില്ല. സോ അതിനാണ് നമ്മളിവിടെ ടൈപ്പ് പാസ്വേഡ് സെലക്ട് ചെയ്തത്. സോ ഇനി നമുക്കൊരു ബട്ടൺ വേണം, ഒരു സബ്മിറ്റ് ബട്ടൺ. സോ അതിനുവേണ്ടി നമ്മൾ അടുത്ത ഒരു ഇൻപുട്ട് എലമെൻറ്റ് കൊടുക്കുന്നു. സോ ഞാനിവിടെ ഇൻപുട്ട് ടൈപ്പ് ഞാൻ സബ്മിറ്റ് എന്ന് കൊടുക്കുന്നു. അതിൻ്റെ വാല്യൂ സബ്മിറ്റ് എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സബ്മിറ്റ് ബട്ടൺ കാണാൻ കഴിയും. സോ ഞാൻ സബ്മിറ്റിൻ്റെ ക്യാപിറ്റലായി കൊടുക്കുന്നു. അതുപോലെ ഇത് ഒരടുത്ത ലൈനിൽ വരുന്നതിന് വേണ്ടി ഞാനൊരു BR ടാഗ് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നമ്മുടെ സബ്മിറ്റ് ബട്ടണും കാണാൻ സാധിക്കും. സോ നമ്മളിവിടെ യൂസർ നെയിം അതുപോലെ പാസ്വേഡ് എൻ്റർ ചെയ്ത ശേഷം നമുക്ക് ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. സോ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നമ്മൾ PHP ആണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ആ ഒരു ഫോമിലോട്ട് നമുക്കത് സേവ് ചെയ്യാനോ അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്യാനോ സാധിക്കും. സോ ഇതാണ് ഒരു സിമ്പിൾ ഫോം എന്ന് പറയുന്നത്. നമുക്ക് വിവിധ തരത്തിലുള്ള ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ടെക്സ്റ്റ് യൂസ് ചെയ്യാം, അതുപോലെ പാസ്വേഡ്, അതുപോലെ ഓപ്ഷൻ ബട്ടൺ, അതുപോലെ ചെക്ക് ബോക്സ്, ലിസ്റ്റ് വാല്യൂസ് തുടങ്ങിയവയെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സോ അതെല്ലാം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. സോ ഇതൊരു സിമ്പിൾ ഫോമാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തത്. സോ നമ്മൾ ഇനി ഇത് PHPയുമായി കണക്ട് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഫോമിൽ നമ്മളത് PHP പഠിക്കുന്ന സമയത്ത് കൂടുതലായി പഠിക്കുന്നതാണ്. സോ ഫോമിൽ നമ്മളിവിടെ ആക്ഷൻ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ആക്ഷൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൽ നമ്മുടെ PHPയുടെ ഫയൽ നെയിം കൊടുക്കുക. സോ ഞാനിവിടെ തൽക്കാലം file.php എന്ന് കൊടുക്കുന്നു. അതിനുശേഷം മെത്തേഡ് എന്ന് പറയുന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. മെത്തേഡിൽ നമുക്ക് ഗെറ്റ്, പോസ്റ്റ് തുടങ്ങിയ മെത്തേഡ് കൊടുക്കാൻ സാധിക്കും. ഞാൻ ഒരു പോസ്റ്റ് എന്ന് കൊടുക്കുന്നു. സോ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഇതോടെ പഠിക്കുന്നില്ല. സോ നമ്മൾ ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ file.php എന്ന് പറയുന്ന അതിനുള്ളിൽ എഴുതിയിട്ടുള്ള കോഡ് റൺ ആവുന്നു. സോ അതിൽ നമ്മൾ എന്താണ് എഴുതിയിട്ടുള്ളത്, ഏത് ഡാറ്റാബേസിലായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്, അതിവിടെ പ്രവർത്തിക്കുന്നു. സോ അതിനാണ് നമ്മൾ ഈ ആക്ഷൻ അതുപോലെ മെത്തേഡ് എന്ന് പറയുന്ന രണ്ട് ആട്രിബ്യൂട്ട് കൊടുക്കുന്നത്. സോ നമ്മൾ തൽക്കാലം ഞാനിത് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു. സോ നമ്മൾ PHP പഠിക്കുന്ന സമയത്ത് ഇത് കൂടുതലായി വിശദമായി പഠിക്കുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ഒരു സിമ്പിൾ ഫോം. നമുക്കിനി മറ്റൊരു വലിയൊരു ഫോം, എല്ലാ ഇൻപുട്ട് ടൈപ്പുകളും യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയൊരു ഫോം ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഒരുവിധം എല്ലാ ഫോം കൺട്രോളും ഉപയോഗിച്ച്, ഫോം എലമെൻറ്റും ഉപയോഗിച്ച് നമുക്കൊരു രജിസ്ട്രേഷൻ ഫോം ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ ഞാൻ ആദ്യമായി ഒരു div എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. div എലമെൻറ്റിനുള്ളിൽ ഞാൻ നമ്മുടെ ഫോം എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഫോം എലമെൻറ്റിനുള്ളിൽ ആദ്യമായി ഞാൻ ഒരു ഹെഡിങ് കൊടുക്കുന്നു, രജിസ്ട്രേഷൻ ഫോം. സോ നമ്മുടെ രജിസ്ട്രേഷൻ ഫോം എന്ന് പറയുന്ന ഹെഡിങ് നമുക്കിവിടെ ലഭ്യമായി. അതിനുശേഷം div എലമെൻറ്റിൻ്റെ ഒരു സ്റ്റൈൽ കൊടുക്കുന്നു. ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ
ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനൊരു ലൈറ്റ് ഗ്രേ കൊടുക്കുന്നു. സോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറും ലഭ്യമായി. സോ നമ്മൾ ആദ്യമായി കൊടുക്കുന്നത് ഫസ്റ്റ് നെയിം ആൻഡ് സെക്കൻഡ് നെയിം ആണ്. സോ ഞാൻ ലേബൽ ഫസ്റ്റ് നെയിം ഫോർ നമ്മൾ ID നെയിം കൊടുക്കുന്നത് F നെയിം ആണ്. അതുപോലെ നമുക്കിതിൻ്റെ ഇൻപുട്ട് ടൈപ്പ് കൊടുക്കാം. ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ആണ്. നെയിം നമ്മൾ F നെയിം കൊടുക്കുന്നു. അതുപോലെ ID നമ്മൾ F നെയിം കൊടുക്കുന്നു. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന ആ ഒരു കോളം ലഭിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ലേബൽ ഫോർ S നെയിം ആണ്. ലേബലിൻ്റെ നെയിം നമ്മൾ സെക്കൻഡ് നെയിം എന്ന് കൊടുക്കുന്നു. സെക്കൻഡ് നെയിം. സോ ഇൻപുട്ട് ടൈപ്പ് നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുന്നു. ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് കൊടുക്കുന്നു. നെയിം നമ്മൾ S നെയിം കൊടുക്കുന്നു. അതുപോലെ ID S നെയിം കൊടുക്കുന്നു. സോ നമ്മളുടെ ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിമായി. സോ ഇനി നമുക്ക് ഒരു BR ടാഗ് കൊടുക്കാം. BR ടാഗ് കൊടുത്ത ശേഷം അടുത്തത് നമ്മൾ കൊടുക്കുന്നത് ഇമെയിലാണ്. സോ ലേബൽ നമ്മൾ ടൈപ്പ് ഇമെയിൽ കൊടുക്കുന്നു. സോ ഇമെയിൽ ലേബൽ ഫോർ ഇമെയിൽ എന്നാണ് നമ്മൾ ID കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഇൻപുട്ട് ടൈപ്പ് ഇമെയിൽ കൊടുക്കുന്നു. നെയിം ഇമെയിൽ, അതുപോലെ ID ഇമെയിൽ. സോ നമ്മുടെ ഇമെയിലിൻ്റെ കോളം ലഭ്യമായി. അതുപോലെ നമ്മളൊരു പാസ്വേഡ് കോളം കൊടുക്കുന്നു. സോ ലേബൽ പാസ് എന്ന് കൊടുക്കുന്നു. സോ ഞാനിവിടെ പാസ്വേഡ്, അതിൻ്റെ ഇൻപുട്ട് ടൈപ്പ് ഞാൻ പാസ്വേഡ്, നെയിം പാസ്, അതുപോലെ ID പാസ്. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് കൂടി ലഭിക്കുന്നു. സോ നമുക്കിവിടെ ഫസ്റ്റ് നെയിം കൊടുക്കാം, അതുപോലെ സെക്കൻഡ് നെയിം കൊടുക്കാം, അതുപോലെ ഇമെയിൽ നമുക്ക് കൊടുക്കാം. സോ ഇമെയിൽ ടൈപ്പ് എന്ന് പറയുന്നത് അതിൽ ഇമെയിൽ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അതുപോലെ നമുക്ക് പാസ്വേഡ് കൊടുക്കാൻ സാധിക്കും. ഇത്തരത്തിൽ നമുക്ക് ഓരോ ഡീറ്റെയിൽസും കൊടുക്കാൻ സാധിക്കും. സോ ഇനി വരുന്നത് നമുക്ക് ഒരു കുറച്ച് റേഡിയോ ബട്ടൺ, മെയിൽ ഫീമെയിൽ അതർ എന്ന് പറയുന്ന റേഡിയോ ബട്ടൺ നമുക്ക് ആഡ് ചെയ്യാം. സോ ഞാനൊരു പുതിയ ഡെവലപ്മെൻറ്റ് കൊടുക്കാം. നമുക്ക് കളർ ചെറുതായിട്ട് ചേഞ്ച് ചെയ്യാം. അതിൻ്റെ പുതിയ ഡെവലപ്മെൻറ്റിനുള്ളിൽ നമ്മൾ ഈ ഇൻപുട്ട് ടൈപ്പ് നമ്മൾ റേഡിയോ എന്ന് കൊടുക്കുന്നു. അതിനുള്ളിൽ അതിൻ്റെ നെയിം നമ്മൾ ജെൻഡർ, ID മെയിൽ എന്ന് കൊടുക്കുന്നു. അതിൻ്റെ ലേബൽ നമ്മൾ താഴെ കൊടുക്കുന്നു. ലേബൽ ഫോർ മെയിൽ നമ്മളിവിടെ മെയിൽ എന്ന് കൊടുക്കുന്നു. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മളിതിൻ്റെ ഈ ഡെവലപ്മെൻറ്റിനുള്ളിൽ വന്നതിന് ശേഷം നമുക്കിതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. സോ സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കൊരു ലൈറ്റ് ബ്ലൂ കൊടുക്കാം. സോ ഒരു ലൈറ്റ് ബ്ലൂ കളർ കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ മെയിൽ എന്ന് പറയുന്നത് ആദ്യമായി ലഭിച്ചു. സോ അതിന് ശേഷം നമുക്ക് ഇത് ജസ്റ്റ് കോപ്പി ചെയ്യാം. നമുക്ക് 2 തവണ പേസ്റ്റ് ചെയ്യാം. 2 തവണ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ആദ്യത്തേത് രണ്ടാമത്തേത് നമുക്ക് ഫീമെയിൽ കൊടുക്കാം. സോ ഫീമെയിൽ, ലേബൽ ഫോർ ഫീമെയിൽ, ലേബൽ നെയിം നമുക്ക് ഫീമെയിൽ, അതുപോലെ ജെൻഡർ അതർ, ലേബൽ ഫോർ അതർ, ലേബൽ നെയിം അതർ. സോ സേവ് ചെയ്ത് നോക്കാം. സോ നമുക്ക് നമ്മുടെ മെയിൽ ഫീമെയിൽ അതർ എന്ന് പറയുന്ന ആ ഒരു ജെൻഡർ സെലക്ഷൻ ലഭിക്കും. സോ നമുക്കിവിടെ ഡെവലപ്മെൻറ്റിന് മുകളിലായിട്ട് നമുക്ക് H3 കൊടുക്കാം. ജെൻഡർ എന്ന് പറഞ്ഞ് H3 ജെൻഡർ. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലഭിക്കും. സോ രജിസ്ട്രേഷൻ ഫോം ജെൻഡർ. സോ നമുക്കിവിടെ ജെൻഡർ എന്ന് ലഭിച്ചു. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഒരു ചെക്ക് ബോക്സ് കൺട്രോളാണ്. സോ നമ്മൾ ഹോബീസ് എന്ന് പറയുന്നതിൽ നമുക്ക് 3 ചെക്ക് ബോക്സ് കൊടുക്കുന്നു. സോ നമ്മൾ ഫുട്ബോൾ, ക്രിക്കറ്റ് ഓർ ടെന്നീസ് എന്ന് 3 ഗെയിംസിൻ്റെ പേര് കൊടുക്കുന്നു. സോ ഞാനിവിടെ അടുത്തൊരു ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ആദ്യം ഞാനൊരു H3 കൊടുക്കുന്നു. H3 ഞാൻ ഹോബീസ് എന്ന് കൊടുക്കുന്നു. ഹോബീസ്. സോ നമുക്ക് വേണ്ടത് ക്രിക്കറ്റ്, ഫുട്ബോൾ, ടെന്നീസ് എന്ന് 3 ഗെയിമിൻ്റെ പേരാണ് വേണ്ടത്. സോ നമ്മൾ ആദ്യമായി ഇൻപുട്ട് ടൈപ്പ് ചെക്ക് ബോക്സ് എന്ന് കൊടുക്കുക. ചെക്ക് ബോക്സ്. സോ നെയിം നമ്മൾ ഗെയിം എന്ന് കൊടുക്കുന്നു. അതുപോലെ ID നമ്മൾ ആദ്യമായി കൊടുക്കുന്നത് ഫുട്ബോളാണ്. സോ നമ്മൾ ഫുട്ബോൾ എന്ന് കൊടുക്കുന്നു. ശേഷം അതിൻ്റെ ലേബൽ കൊടുക്കുന്നു. ലേബൽ ഫോർ ഫുട്ബോൾ. സോ ഞാനിവിടെ ലേബൽ നെയിം ഫുട്ബോൾ കൊടുക്കുന്നു. സോ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചെക്ക് ബോക്സ് ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്യാം ചെക്ക് ബോക്സ്. അതുപോലെ ഞാൻ ഈ ആദ്യത്തെ ചെക്ക് ബോക്സ് കോപ്പി ചെയ്ത് പെട്ടെന്ന് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ 2 പ്രാവശ്യം പേസ്റ്റ് ചെയ്യുന്നു. സോ രണ്ടാമത്തേത് നമ്മൾ ചെക്ക് ബോക്സ് നെയിം ഗെയിം, ഇത് നമ്മൾ ക്രിക്കറ്റ് എന്ന് കൊടുക്കുന്നു. ക്രിക്കറ്റ്. ലേബൽ ഫോർ ക്രിക്കറ്റ്, ലേബൽ നെയിം നമ്മൾ ക്രിക്കറ്റ് എന്ന് കൊടുക്കുന്നു. അതുപോലെ
ഇവിടെ നമ്മൾ ഗെയിം എന്ന് കൊടുക്കാം. സോ ഞാനിവിടെ ID ടെന്നീസ്, ലേബൽ ഫോർ ടെന്നീസ്, ലേബൽ നെയിം നമ്മൾ ടെന്നീസ്. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഹോബീസ് സെലക്ട് ചെയ്യാനുള്ള ചെക്ക് ബോക്സ് ആയി. സോ ഇതുപോലെ നമുക്ക് ചെക്ക് ബോക്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമുക്കൊരു സെലക്ട് ബോക്സ് അങ്ങനെ കൊടുക്കാം നോക്കാം. സോ നമ്മളൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സിൽ നിന്നും നമുക്കതിൽ നിന്ന് ഓരോ വാല്യൂ സെലക്ട് ചെയ്യാൻ സാധിക്കും. സോ നമുക്കതിൽ സ്റ്റേറ്റ് കൊടുക്കാം. ഒരു 3-4 സ്റ്റേറ്റ് കൊടുത്ത ശേഷം നമുക്കതിൽ നിന്ന് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. സോ ഞാൻ മറ്റൊരു ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഞാനിതിൻ്റെ സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ മുകളിൽ കൊടുത്ത ഈ ഒരു കളർ നമുക്കിവിടെ നിന്ന് കോപ്പി ചെയ്യാം. സോ സിമ്പിൾ സ്റ്റൈലാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ സ്റ്റേറ്റ് H3 സ്റ്റേറ്റ് എന്ന് കൊടുക്കുന്നു. സോ നമുക്കിവിടെ ലഭിക്കുന്നു സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ് നമുക്കിവിടെ ലഭിക്കുന്നു. സോ അതിനുശേഷം നമുക്ക് നമ്മുടെ ലിസ്റ്റ് ബോക്സ് കൊടുക്കാം. സോ ആദ്യമായി നമുക്ക് ലേബൽ ഫോർ സ്റ്റേറ്റ്, ലേബൽ നെയിം നമുക്ക് സ്റ്റേറ്റ് എന്ന് കൊടുക്കാം. ശേഷം നമ്മൾ സെലക്ട് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഓപ്പൺ ചെയ്യുന്നു. സോ ഇതിലാണ് നമ്മൾ നമ്മുടെ ഓരോ ഓപ്ഷനും കൊടുക്കുന്നത്. സോ സെലക്റ്റിൻ്റെ നെയിം നമ്മൾ സ്റ്റേറ്റ് കൊടുക്കുന്നു, അതുപോലെ ID സ്റ്റേറ്റ് കൊടുക്കുന്നു. ശേഷം ഓപ്ഷൻ എന്ന് പറയുന്ന എലമെൻറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിനുള്ളിൽ നമ്മൾ കേരള, അതിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്നത് കേരള എന്ന് കൊടുക്കുന്നു. സോ ഈ വാല്യൂ നമ്മൾ JS-ൽ ജാവാസ്ക്രിപ്റ്റിലും അതുപോലെ PHP-യിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ജസ്റ്റ് ഞാനിത് കോപ്പി ചെയ്തൊരു 2 സ്റ്റേറ്റ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. കേരള, തമിഴ്നാട് അതുപോലെ കർണാടക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്നതിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാൻ സാധിക്കും. സോ ഇത്തരത്തിൽ നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമുക്ക് ഇതുപോലെ കൊടുക്കാൻ സാധിക്കുന്നതാണ് ഫോമിൽ. സോ ഇനി നമുക്ക് അഡ്രസ്സ് എൻ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് വലിയൊരു ടെക്സ്റ്റ് ബോക്സ് വേണം. സോ ഒന്നിൽ കൂടുതൽ ലൈൻ എൻ്റർ ചെയ്യാൻ കഴിയുന്ന ഒരു ടെക്സ്റ്റ് ബോക്സ് വേണം. സോ അതിന് നമ്മൾ ടെക്സ്റ്റ് ഏരിയ എന്നാണ് പറയുന്നത്. സോ നമുക്കത് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. മറ്റൊരു ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഞാനൊരു H3 കൊടുക്കുന്നു. H3 നമ്മളിവിടെ അഡ്രസ്സ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം സോ നമ്മളൊരു ലേബൽ ഫോർ അഡ്രസ്, ലേബൽ നെയിം നമ്മൾ അഡ്രസ്സ് എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മൾ കൊടുക്കുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഏരിയയാണ്. ടെക്സ്റ്റ് ഏരിയയിലെ നെയിം നമ്മൾ അഡ്രസ്, ID അഡ്രസ്. സോ കോളംസ് 30 റോസ് 10 നമ്മളിതുപോലെ കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്യാം. സോ നമുക്കിതിൽ നമ്മുടെ അഡ്രസ് നമുക്കിതുപോലെ എത്രയും എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഈ റോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ സൈസാണ്. സോ നമ്മൾ കോളംസ് വിഡ്ത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ റോസ് ആണെങ്കിൽ അതിൻ്റെ ഹൈറ്റിനെയാണ്. 1 ആയിക്കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ലൈൻ ആയിരിക്കും ലഭിക്കുന്നത്. ഒരു 5 ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ളൊരു സൈസ് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്കിവിടെ ഒരു BR ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ സോ ഇവിടെ ഒരു BR ടാഗ് കൊടുക്കാം. സോ നമുക്ക് അഡ്രസ്സ് എന്ന് പറയുന്നത് മുകളിലെ ലൈനിൽ വരുന്നതായിരിക്കും ഇതുപോലെ. സോ ഇത്തരത്തിൽ നമുക്ക് ടെക്സ്റ്റ് ഏരിയ ഒന്നിൽ കൂടുതൽ മൾട്ടി ലൈൻ സെൻറ്റർ ചെയ്യുന്നതിനുള്ള ഒരു ഇൻപുട്ട് എലമെൻറ്റ് ഇതുപോലെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇനി അതുപോലെ നമുക്കൊരു ഫയൽ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള ഒരു ഇൻപുട്ട് എലമെൻറ്റ് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ ഞാൻ മറ്റൊരു ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഞാനിവിടെ ഒരു ഹെഡിങ് കൊടുക്കുന്നു, അപ്ലോഡ് ഫോട്ടോ. സോ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ട് എലമെൻറ്റിൻ്റെ പേരാണ് ഫയൽ എന്ന് പറയുന്നത്. സോ ഞാൻ ആദ്യമായി ലേബൽ കൊടുക്കാം. ലേബൽ നമ്മൾ ഫോട്ടോ എന്ന് കൊടുക്കുന്നു. സോ ലേബൽ ഫോർ ഫോട്ടോ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ അപ്ലോഡ് എന്ന് കൊടുക്കുന്നു. താഴെ വന്നതിന് ശേഷം ഇൻപുട്ട് ടൈപ്പ് നമ്മൾ കൊടുക്കുന്നത് ഫയലാണ്. സോ ഫയൽ നെയിം ഫോട്ടോ, അതുപോലെ ID ഫോട്ടോ. സോ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ളൊരു കൺട്രോൾ ലഭിക്കും. സോ ഇതിൽ നിങ്ങൾ ചൂസ് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്രൗസർ ഓപ്പൺ ആവുന്നതാണ്. ഇതിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുന്നതിന് നമുക്ക് ഈ ഫയൽ ഇൻപുട്ട് ടൈപ്പ് ഫയൽ എന്ന് പറയുന്ന ഇത് ഉപയോഗിക്കാൻ, ഈ ഒരു കൺട്രോൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സോ അവസാനമായി നമ്മൾ രജിസ്ട്രേഷൻ ഫോമിൻ്റെ അവസാന ഭാഗത്തോട്ട് പോവുകയാണ്. സോ നമുക്ക് ഇനി ഒരു ബട്ടൺ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. സോ നമുക്കിതെല്ലാം രജിസ്റ്റർ ചെയ്യണം. സോ നമുക്ക് അവസാനമായി നമുക്കൊരു ബട്ടൺ ആഡ് ചെയ്യാം. സോ ഞാൻ ഇൻപുട്ട് ടൈപ്പ് ഞാൻ ബട്ടൺ എന്ന് കൊടുക്കുന്നു. അതുപോലെ അതിൻ്റെ വാല്യൂ ഞാൻ രജിസ്റ്റർ എന്ന് കൊടുക്കുന്നു. ശേഷം നമുക്ക് സേവ് ചെയ്യാം. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടൺ വരുന്നു. സോ ഞാനിവിടെ ഒരു BR ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ
എനിക്കത് നെക്സ്റ്റ് ലൈനിൽ ലഭിക്കുന്നതായിരിക്കും. സോ ഇതുപോലെ നമുക്ക് അവസാനമായി രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ബട്ടൺ ലഭിക്കുന്നു. സോ ഒരു 2 BR ടാഗ് കൊടുക്കാം. സോ നമുക്ക് നല്ല രീതിയിൽ അത് കാണാൻ കഴിയുന്നതായിരിക്കും. സോ അവസാനമായി നമുക്ക് ഈ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ബട്ടൺ ലഭിക്കുന്നു. സോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണമെന്ന് നമ്മൾ ഇവിടെ ഈ ഫോമിൻ്റെ ഈ ഭാഗത്ത് വന്ന് ഫോം ആക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് വന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്, നമ്മൾ നേരത്തെ കൊടുത്ത പോലെ. സോ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് PHP ഉപയോഗിക്കേണ്ടി വരും. സോ നമ്മൾ PHP പഠിക്കുന്ന സമയത്ത് അത് നമ്മൾ പഠിക്കുന്നതാണ്. സോ ഇതിൽ നമ്മൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഒരുവിധം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ഇൻപുട്ട് ടൈപ്പുകളും നമ്മളിവിടെ ഉപയോഗിച്ചു. ഒരു ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ചു, അതുപോലെ നമ്മൾ ഈ ഇമെയിലിൻ്റെ ഒരു കോളം ഉപയോഗിച്ചു, പാസ്വേഡ് ഉപയോഗിച്ചു, അതുപോലെ നമുക്ക് ജെൻഡർ സെലക്ഷൻ, അതുപോലെ നമുക്ക് ഹോബീസ് ചെക്ക് ബോക്സ്, അതുപോലെ ലിസ്റ്റ് ബോക്സ് നമുക്ക് ഉപയോഗിച്ചു, അതുപോലെ ഒന്നിൽ കൂടുതൽ ലൈൻസ് ഉള്ള ടെക്സ്റ്റുകൾ എൻ്റർ ചെയ്യുന്നതിനുള്ള ടെക്സ്റ്റ് ഏരിയ നമ്മൾ ഉപയോഗിച്ചു, അതുപോലെ ഫയൽ അപ്ലോഡ് ചെയ്യുന്നതിന് ഇതുപോലെ ഫയൽസ് എന്ന് പറയുന്ന ഇൻപുട്ട് ടൈപ്പ് ഉപയോഗിച്ചു. അവസാനമായി നമ്മൾ ബട്ടൺ ഉപയോഗിച്ചു. ഇത്തരത്തിൽ നമുക്കൊരു ബേസിക് ഫോം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ നമ്മളിതിൽ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആക്കണമെങ്കിൽ നമ്മൾ CSS കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോം സ്റ്റൈലിഷ് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്.